1957 കേരളത്തിലെ ആദ്യത്തെ നിയമസഭ നിലവിൽ വരുന്നത്. EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന വിശേഷണത്തോടു കൂടി തന്നെയാണ് അത് അധികാരത്തിലേറ്റത്. ഇന്നു മുതൽ ഈ കഴിഞ്ഞ 2021 വരെ 15 മന്ത്രിസഭകളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. 15 ഭരണങ്ങൾ. ഇതിനിടയിൽ രാഷ്ട്രീയമായി പല വലിയ വൻമരങ്ങളും കടപുഴകി വീണ ചരിത്രവുമുണ്ട്. മിക്കവാറും അവരെ തോൽപ്പിച്ചതാകട്ടെ സാധാരണക്കാർ. അത് എങ്ങനെ സംഭവിച്ചു? എന്താണ് അതിൻ്റെ പിന്നിലെ രസകരമായ കഥകൾ? അവയാണ് ഈ പരമ്പരയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. അരൂര് നിയോജക മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം മിക്കവാറും അതിൽ LDF തന്നെയാണ് ജയിച്ചിരുന്നത്. പക്ഷെ അവിടെ എടുത്തു പറയാവുന്ന ഒരു അട്ടിമറി വിജയം ഉണ്ടായിട്ടുണ്ട്. ഗൗരിയമ്മ എന്ന വൻമരത്തെ താരതമ്യേന പുതുമുഖവും യുവതുർക്കി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ശ്രീ ആരിഫ് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ജയിച്ചു കഴിഞ്ഞ് പിന്നീട് ഗൗരിയമ്മ ആദ്യത്തെ 2 വർഷക്കാലം എന്നെ അക്സെപ്റ്റ് ചെയ്യാനും പ്രയാസമായിരുന്നു. ഞാൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് കൗണ്ടിങ് സ്റ്റേഷനിൽ വെച്ച് വോട്ട് എണ്ണി തീരുമ്പോൾ ഞാൻ 4500-600 വോട്ടിന് ജയിച്ചതായി പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് വിഷയിക്കേണ്ടി വന്നു. വരുന്നു വല്ലാതെ പറയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ. അരൂർ ഒരു ഗൗരിയമ്മയുടെ സ്ഥിരം മണ്ഡലം. വർഷങ്ങളായി ഗൗരിയമ്മ തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലം. ഒരു തവണ മാത്രമാണ് PS ശ്രീനിവാസനോട് ഗൗരിയമ്മ പരാജയപ്പെട്ടത്. ബാക്കിയെല്ലാം തുടർച്ചയായി ഗൗരിയമ്മ ജയിക്കുന്നു. ആ മണ്ഡലത്തിൽ ഏതാണ്ട് 2006 എത്തിയപ്പോഴേക്കും ഗൗരിയമ്മ 86ഓളം വയസ്സായെന്നാണ്. ആ സമയത്താണ് എന്നെ നിശ്ചയിക്കുന്നത്. അതിനു മുമ്പ് സഖാവ് B. വിനോദ് ഗൗരിയമ്മയോട് മത്സരിച്ചപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും അരൂർ ഏരിയ സെക്രട്ടറിയുമൊക്കെ ആയ സഖാവ് PK ചന്ദ്രാനന്ദന്റെ മരുമകനായ SFI DYF നേതാവായ സഖാവ് B. വിനോദ് ഗൗരിയമ്മയോട് മത്സരിച്ചപ്പോൾ 16,000-ലധികം വോട്ടിന്റെ വ്യത്യാസത്തിൽ ഗൗരിയമ്മ ഭൂരിപക്ഷത്തെത്തി വിജയിച്ചു. രണ്ടാമത് സഖാവ് ഗൗരിയമ്മയോട് മത്സരിച്ചത് അധ്യാപക പ്രസ്ഥാനത്തിന്റെ നേതാവായ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായ KB ദേവദാസ് ആണ്. അപ്പൊ തുടർച്ചയായി അവിടെ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ എനിക്ക് ഈ 2 തവണയും തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ മത്സരിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ ആഗ്രഹമൊന്നും പാടില്ലെന്നാണ് വ്യവസ്ഥയെങ്കിലും മനുഷ്യൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് യഥാർത്ഥത്തിൽ അതിന് തൊട്ട് മുമ്പ്, ഇലക്ഷന് തൊട്ട് മുമ്പ് ഇവിടെ പാർട്ടിയിലെ വിഭാഗീയത പരിഹരിക്കാൻ വേണ്ടി സഖാവ് MA ബേബിയുടെ നേതൃത്വത്തിൽ ഒരു സംഘടനാ കമ്മിറ്റി നിലവിൽ വന്നു. സഖാവ് MA ബേബിയുടെ വരവോടുകൂടി ജില്ലയിലെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട കുറേയധികം വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കന്മാർ പാർട്ടി ചുമതലക്കാരായിട്ടൊക്കെ മാറി. അതില് അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ ചേർത്തല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വരുന്ന മുമ്പ് പാർട്ടിക്കകത്ത് ധാരാളം പ്രശ്നങ്ങൾ നിൽക്കുന്ന ഒരു കാലയളവായിരുന്നു. ആ സമയത്താണ് ഞാൻ ചേർത്തല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. സഖാവ് സജി ചെറിയാനെന്ന് ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി. ഞാനും സജിയും വിദ്യാർത്ഥി രംഗത്ത് SFIയുടെ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ. സജി പ്രസിഡന്റായിരുന്നു. അതിനുശേഷം ഞങ്ങൾ 2 പേരും ഒരേ കാലയളവിൽ ചെങ്ങന്നൂർ അദ്ദേഹം ഏരിയ സെക്രട്ടറിയായി, ഞാൻ ചേർത്തല ഏരിയ സെക്രട്ടറിയായി. അന്നാണ് ഞങ്ങൾ ചേർത്തലയിലെ പാർട്ടി ഓഫീസൊക്കെ പണിയുകയൊക്കെ ചെയ്ത് പൂർത്തീകരിച്ചത്. അപ്പം അങ്ങനെ ബേബി സഖാവ് വന്നതോടുകൂടി ജില്ലയിലെ വിദ്യാർത്ഥി യുവജന സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് കേഡർമാർക്ക് പുതിയ നല്ല അവസരങ്ങളൊക്കെ വന്നു. അത് കഴിഞ്ഞ് ബേബി സഖാവ് പോയി പിന്നെ സഖാവ് G. സുധാകരൻ ജില്ലാ സെക്രട്ടറിയായി. വീണ്ടും അദ്ദേഹം നേരത്തെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് വീണ്ടും ജില്ലാ സെക്രട്ടറിയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2006 കാലയളവ് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ നേതൃത്വമുള്ള ജില്ലാ കമ്മിറ്റിയാണ് എൻ്റെ പേര് അരൂരിലേക്ക് ശുപാർശ ചെയ്തത്. ആരും അത് ഞാൻ ഒരു സീരിയസ് ആയ ഒരു മത്സരം എന്ന നിലയിൽ കണ്ടിട്ടില്ല. കാരണം ഗൗരിയമ്മയോട് മത്സരിച്ചാൽ തോക്കുകയാണ് പതിവ്. അപ്പോൾ പാർട്ടിയിൽ വേറെയും പേരുകൾ ശുപാർശ ചെയ്യപ്പെട്ട സമയത്തൊക്കെ അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നത് സഖാവ് G. സുധാകരൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞൊരു അഭിപ്രായം ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. ആരായാലും തോക്കും, പിന്നെ ആരിഫായാൽ കുറച്ച് ചെറിയ വ്യത്യാസം തോക്കും, അത്രേ ഉള്ളൂ, വേറെ കാര്യം എന്നുള്ള ഒരു
മാത്രം പ്രതീക്ഷയിലാണ് അവിടെ കൊണ്ടുവന്നത്. തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഞാനാണെങ്കിൽ നല്ല ഈ അരൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും വലിയ കളർ പോസ്റ്ററോ അങ്ങനെ കളർ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളോ ഒന്നും അക്കാലത്ത് പാർട്ടിയിൽ അങ്ങനെ വലിയ ശീലയില്ലായിരുന്നു. ഞാനൊരു കോളേജ് യൂണിയൻ സ്റ്റൈലിലായിരുന്നു എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രീതികളെല്ലാം അവലംബിച്ചത്. ആദ്യമൊക്കെ അതിനോട് പൊരുത്തപ്പെടാൻ അരൂരിലെ വ്യവസ്ഥാപിത പാർട്ടി രീതികളുണ്ടല്ലോ, പഴയ പാരമ്പര്യ രീതികൾ. ആ പാരമ്പര്യ രീതിയിലുള്ള കുറേയധികം പാരമ്പര്യ ബോധം വെച്ച് പുലർത്തുന്ന പഴയകാല നല്ല നല്ല സഖാക്കളുണ്ടായിരുന്നു. അപ്പം ആ സഖാക്കൾക്ക് ഒരിക്കലും ഈ മോഡേൺ പോസ്റ്ററുകളോട് പോലും പൊരുത്തപ്പെടാൻ പ്രയാസമായിരുന്നു. കറുത്ത ബോർഡർ വെച്ച് പോസ്റ്റർ അടിക്കുമോ, കറുത്ത പോസ്റ്റർ എന്നൊക്കെ ചോദിച്ചു എന്നോട് കുറ്റപ്പെടുത്തുമായിരുന്നു. പിന്നെ അവരെയൊക്കെ കൺവിൻസ് ചെയ്യാൻ കുറേ പാടുപെട്ടു. പിന്നെ അന്ന് പാർട്ടിക്കകത്ത് സ്വാഭാവികമായും കുറേ എന്താ പറയുക, ഞാൻ ചേർത്തലയിൽ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അരൂർ ഏരിയ കമ്മിറ്റിയും ഞങ്ങളെ കമ്മിറ്റിയും തമ്മിൽ മാനസികമായി ഇച്ചിരി അകൽച്ചയൊക്കെ അക്കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചേർത്തലയിൽ നിന്ന് ഒരാൾ വരുന്നതിനെ സ്വീകരിക്കാൻ അത്ര ഒരു പാർട്ടിക്കകത്ത് ഇച്ചിരി ബുദ്ധിമുട്ട് ആദ്യഘട്ടത്തിൽ വന്നു. പിന്നീട് എല്ലാവരും പാർട്ടിയുടെ അച്ചടക്കത്തിൻ്റെ പേരിൽ എല്ലാവരും അംഗീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോയി. അപ്പോൾ പോലും ഒരു ചെറിയ ന്യൂനപക്ഷത്തോട് അത് അക്സെപ്റ്റ് ചെയ്യാൻ, അതായത് അവിടുത്തുകാരല്ലാത്ത ഒരാളെ നിർത്തുന്നു എന്നുള്ള ഒരു സ്വാഭാവികമായ പ്രാദേശികവാദം ഉണ്ടാവും. അതെല്ലാം ഉണ്ടായി. പക്ഷേ അതെല്ലാം പിന്നീട് പാർട്ടിയുടെ ഒരു സംഘടനാ മിഷനറിയിലൂടെ അതെല്ലാം പരിഹരിച്ച് നല്ല രീതിയിലുള്ള ഇലക്ഷൻ ക്യാമ്പയിനിലേക്ക് വന്നു. മെല്ലെ വന്നു. ബഹുമാനപ്പെട്ട ഗൗരിയമ്മയെ പലവട്ടം തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥാനാർത്ഥികൾ പര്യടന വേളയിൽ അവർ ഓപ്പൺ ജീപ്പിൽ പോകുന്നു, ഞാനും പോകുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആ വേളകളിലൊന്നും തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനിട വന്നിട്ടില്ല. ഞാൻ ജില്ലാ കൗൺസിലിലേക്ക്, എനിക്ക് പണ്ട് 1991 ജില്ലാ കൗൺസിൽ അംഗമായി എന്നെ തിരഞ്ഞെടുത്തായിരുന്നു. അന്ന് തന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച സമയത്ത് ഗൗരിയമ്മയാണ് അരൂർ കുറ്റിയിൽ വന്ന് എല്ലാവരെയും കണ്ട് എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത്, ജയിപ്പിക്കണമെന്നൊക്കെ കൊടുത്ത്, അരിയൊക്കെ മേടിച്ചു കൊടുത്ത്, പൈസയൊക്കെ പിരിച്ചു തരുന്നതിനൊക്കെ ഒരു മുൻകൈ എടുത്തിട്ടുണ്ട്. ഞാൻ ചേർത്തല പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് എന്നെ പ്രതിയാക്കി. എന്നെയും എൻ്റെ കുടുംബത്തെയും പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ട് ഞങ്ങളെ ഇറക്കി വിടാൻ പോയപ്പോൾ ഗൗരിയമ്മയാണ് പോലീസ് അധികാരികളോടൊക്കെ ഇടപെട്ടത്. അങ്ങനെ ഞാൻ ആദ്യമായി മാഗസിൻ എഡിറ്ററായി SN കോളേജ് ജയിച്ചു വന്നപ്പോഴത്തേക്ക് പരസ്യം പിടിക്കാൻ വേണ്ടി ഗൗരിയമ്മ എടുത്തു പോയി കൂടിയതാണ്. അങ്ങനെ വലിയ അടുപ്പോ സ്നേഹമൊക്കെ ആയിരുന്നു. ഒരു 2 കത്ത് ആദ്യമൊക്കെ തന്നെ കുടിച്ചു വിട്ട്, പിന്നീട് ഞാൻ പോകാതെ ഇവിടെ കാത്തു നിന്നപ്പോഴത്തേക്ക് ഗൗരിയമ്മ 2 കത്തൊക്കെ തന്നു. ഒന്ന് പിന്നെ നവോദയ അപ്പച്ചനും, ഒന്ന് ചോനപ്പള്ളി ഭാസ്കരനും. അദ്ദേഹം മീനമാസത്തിൽ സൂര്യൻ എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചിരിക്കുന്ന സമയമായിരുന്നു. അതുപോലെ അപ്പച്ചനും അന്ന് എനിക്ക് തോന്നുന്നു മറ്റേ കുട്ടിച്ചാത്തനോ അതോ ഒരു സിനിമ അങ്ങനെ ഏതോ ഒന്ന് എടുക്കുക, പടയോട്ട് സിനിമ എടുക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഗൗരിയമ്മ എനിക്കൊരു എന്താ പറയുക, വലിയ ഇതായി. അത്രത്തോളം സ്നേഹമുള്ള ഒന്നായിരുന്നു. വളരെ കഴിവുള്ള നേതാവാണ്, ത്യാഗിയായ നേതാവാണ്, ഇത്രയധികം ത്യാഗം സഹിച്ചുള്ള നേതാവ്. പക്ഷേ ഏജ് 86 ആയപ്പോഴത്തേക്ക് തീർത്തും പഴയതുപോലെ ഗൗരിയമ്മയ്ക്ക് ആളുകളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല, ആളുകൾക്ക് ഗൗരിയമ്മയെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു വിടവുണ്ടായിരുന്നു. ആ വിടവാണ് യഥാർത്ഥത്തിൽ എനിക്ക് അനുകൂലമായി അവിടെ വന്ന ഒരു കാരണം. പിന്നെ പൊതുവേ ഒരു ട്രെൻഡ് VS വരാൻ പോകുന്നു, ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള ഒരു പൊതുവെ അനുകൂല ഘടകം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഘടകവും ഇതും എല്ലാം കൂടി ചേർന്ന് വന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ പിന്നെ ഒരു പുതിയ മുഖം വരുന്നു, ചെറുപ്പക്കാരനായ ഒരാൾ വരുന്നു എന്നുള്ള ഒരു തോന്നൽ ഒക്കെ പബ്ലിക്കിൻ്റെ ഇടയിൽ വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരാൾ വരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വ്യത്യസ്ത പ്രചാരണ ശൈലിയും ഒക്കെ കൊണ്ടാണ് വച്ചില്ലെന്ന്. അന്ന് അതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടിട്ട് അറിയപ്പെടുന്ന പോലെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞു, ഓ കൊള്ളാം, നല്ല പോസ്റ്ററാണ് കേട്ടോ, ഒരു 10,000 വോട്ട് ആ പോസ്റ്ററിൽ വീഴും എന്നൊക്കെ പോലും എന്നോട് സൗഹൃദം പങ്കുവെക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഗൗരിയമ്മയാണെങ്കിൽ ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് പോലും അവർ കണക്കൂട്ടിയിരുന്നില്ല. 3 ദിവസം ഇലക്ഷന് മാത്രം ബാക്കിയുള്ളപ്പോൾ മീഡിയക്കാർ, പത്രക്കാർ ചോദിച്ചു, അല്ല എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താ അഭിപ്രായം എന്നൊക്കെ ചോദിച്ചു. ഗൗരിയമ്മ ആരാ ഇവിടെ മത്സരിക്കുന്നു, ഇവിടെ ആരാ മത്സരിക്കുന്ന, LDF എന്നൊക്കെ ഒട്ടും അറിയാൻ പാടില്ലാത്ത, അതായത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളെന്ന നിലയിലാണ് ഗൗരിയമ്മ പത്രക്കാരോടൊക്കെ പ്രതികരിച്ചത്. എന്ന് വെച്ചാൽ തീരെ നിസ്സാരനായ, വെറുതെ വന്നൊരു ടെസ്റ്റ് മത്സരത്തിന് വന്നിരിക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് കണ്ടത്. പക്ഷെ ഗൗരിയമ്മയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിലും ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് കുടിവെള്ളം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലും ഈ തീരദേശ ജനതയും ജനങ്ങളും ഒക്കെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
അപ്പം അതൊക്കെ കയറിയാണ് ഞാൻ ജയിച്ചാൽ കുടിവെള്ളം കൊണ്ടുവരും എന്നുള്ള ഒരു ഓഫറൊക്കെ കൊടുത്തപ്പോൾ ആളുകൾക്ക് ഒരു പ്രതീക്ഷ വന്നു. ബേസിക് ഇഷ്യൂ ആയിരുന്നു. അപ്പം അതിലേക്ക് കയറി വെച്ചുകൊണ്ട് ഒരു പ്രത്യേക കോളേജ് യൂണിയൻ സ്റ്റൈലിൽ ഒരു പ്രചരണ രീതിയും ഒരു അപ്രോച്ച് ഒരു വളരെ ആളുകൾക്ക് ഗൗരിയമ്മ വളരെ പ്രാപ്യമായിരുന്ന എപ്പോഴും അവൈലബിൾ ആയിരുന്ന ഒരു ലീഡർ ശാരീരികമായ പ്രായം ചെന്നതോടുകൂടി അവർക്ക് അവരുടേതായ പരിമിതികൾ വന്നതോടുകൂടി അവരങ്ങ് അകന്നു പോയി. ആ ഒരു അവസ്ഥയിൽ ഒരു പുതിയ ആൾ വന്നപ്പോൾ പബ്ലിക് എന്നെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഗൗരിയമ്മയെ പോലൊരു വലിയ മഹതിയായ നേതാവിന് ഞാൻ അന്നും പറഞ്ഞേ നമുക്ക് വലിയ സന്തോഷമൊക്കെ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണെങ്കിലും ഉള്ളിൻ്റെ കൂടെ ഒരു നീറ്റലുണ്ട്. ഗൗരിയമ്മയെ പോലൊരു മഹതി പരാജയപ്പെടുക എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വേദനയുള്ള ഒന്ന് തന്നെയാണ്. ഞാൻ അപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു. ജില്ലാ കൗൺസിലുമായി ബന്ധപ്പെട്ട് ഞാൻ തെരഞ്ഞെടുക്കപ്പോൾ ഗൗരിയമ്മ ആണല്ലോ എന്നെ ജില്ലാ കൗൺസിലിലേക്ക് മത്സരിപ്പിക്കുന്നതിന് പാർട്ടി തീരുമാനിച്ചെങ്കിൽ അവിടെ കൊണ്ടുപോയി എന്നെ ജയിപ്പിക്കുന്നതിന് വേണ്ടി സഹായം. ജില്ലാ കൗൺസിൽ ജയിച്ചു വന്നതിന് ശേഷം ആണ് പാർട്ടി ഞങ്ങൾ ജില്ലാ കൗൺസിലുമായിട്ടാണ് ആദ്യം ഗൗരിയമ്മ ഇടയുന്നത്. പാർട്ടിയിൽ നിന്നുള്ള പുറത്തേക്ക് പോകുന്നതിനുള്ള നിദാനമായ ഒരു പ്രശ്നം വരുന്നത് ജില്ലാ കൗൺസിലുമായി ബന്ധപ്പെട്ട് ജില്ലാ കൗൺസിലിന് മുകളിലായി സമാന്തരമായി ഒരു ആലപ്പുഴ വികസന സമിതി കരുണാകര ഗവൺമെന്റ് ഉണ്ടാക്കുകയും ഗൗരിയമ്മ അതിന്റെ ചെയർപേഴ്സണായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ജില്ലാ കൗൺസിലിനെ മറികടന്ന് അങ്ങനെ പോകുന്നു എന്നുള്ളതായിരുന്നു ഒരു കുറ്റാരോപണം. ആ സമയത്ത് പോലും കൗൺസിൽ ഇതിന്മേലുള്ള ചർച്ച നടക്കുമ്പോൾ ഞാൻ ഗൗരിയമ്മയെ പ്രൊട്ടക്ട് ചെയ്താണ് പറഞ്ഞത്. ഞാൻ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ പാർട്ടിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഗൗരിയമ്മയുടെ അത്രയും മാനസിക അടുപ്പുള്ള ഒരാളെന്ന നിലയിൽ മത്സരിച്ച് ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത് അപ്പോഴും ഇപ്പോഴും പറയുന്ന ഒരേ വാചകം. പുറമേ നമുക്ക് ഒരു വലിയ എന്താ പറയുക ജെയിൻ കില്ലർ എന്നുള്ള പേരൊക്കെ കേട്ട് സന്തോഷിക്കാം എന്നെങ്കിലും ഉള്ളിൻ്റെ ഒരു നീറ്റലുണ്ട്. അതിപ്പോഴും ഉണ്ട്. ജയിച്ചു കഴിഞ്ഞ് പിന്നീട് ഗൗരിയമ്മ ആദ്യത്തെ 2 വർഷക്കാലം എന്നെ അക്സെപ്റ്റ് ചെയ്യാനും പ്രയാസമായിരുന്നു. ഞാൻ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് കൗണ്ടിങ് സ്റ്റേഷനിൽ വെച്ച് വോട്ട് എണ്ണി തീരുമ്പോൾ ഞാൻ 4500-600 വോട്ടിന് ജയിച്ചതായി പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് ക്ഷയിക്കാൻ വരും. വല്ലാതെ പറയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ. പക്ഷെ ആ നിലയിൽ ക്ഷയിക്കാനൊക്കെ മേടിച്ച് പോയെങ്കിലും എൻ്റെ ജയത്തെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ JSSന് പ്രയാസമായിരുന്നു. എനിക്കെതിരെ ചെറിയ ചെറിയ കുറ്റങ്ങൾ കുറവുകളെല്ലാം പറഞ്ഞ് 2 വർഷക്കാലം വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. പിന്നീട് ഞാൻ ഗൗരിയമ്മയെ കാണാൻ പോകുമായിരുന്നു. എങ്ങനെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ പോലും എല്ലാ വർഷവും പിറന്നാൾ ദിനത്തിൽ ഒരു ഷോളൊക്കെ മേടിച്ചാൽ പോകും. ഗൗരിയമ്മയെ കൊണ്ട് ഷോൾ അണിയിക്കും. എന്നുവെച്ചാൽ ആ ശത്രുതയൊന്നും നമ്മുടെ മനസ്സിലില്ല. പിന്നെ ഞാൻ അരിച്ചു മാറി. അവസാനം ഗൗരിയമ്മ പറഞ്ഞു എനിക്ക് ആരിഫിനെ പോലെ ചെറുകൂടെ കൂടി നടക്കണം എന്നൊക്കെ പരസ്യമായി പറയാൻ സ്ഥിതി ചെയ്തു. അത് കാരണം വീണ്ടും ഗൗരിയമ്മ മത്സരിച്ചു. 90 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ചേർത്തലയെ മത്സരിച്ചു. ആലപ്പുഴ മത്സരിച്ചു. ചേർത്തല അരൂര് മത്സരിച്ചില്ല. അവരുടെ തട്ടകം മാറി ചേർത്തലയെ മത്സരിച്ചു. അപ്പോഴും തിലോത്തമനാണ് ജയിച്ചത്. ഗൗരിയമ്മ ജയിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഒരു അനുഭവമായിരുന്നു നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. ഒരിക്കലും പാർട്ടി എന്ന നിലയിൽ എന്നെ തീരുമാനിക്കുന്നത് ഏകകണ്ഠമായ അഭിപ്രായത്തിലൂടെ ഒന്നും ആയിരുന്നില്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം പാർട്ടി എല്ലാവരും യോജിച്ചു നിന്ന് ഒരുമിച്ച് നിന്ന് പറഞ്ഞു. LDF എല്ലാം നന്നായി വർക്ക് ചെയ്ത് ജയിച്ചു. തുടർച്ചയായി പിന്നെ MLA എന്ന നിലയിൽ പരമാവധി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പരമാവധി ശ്രമിച്ചതിൻ്റെയൊക്കെ ഫലമായി 2 വട്ടം 3ാമത്തെ പ്രാവശ്യവും മത്സരിച്ചു. 3ാമത്തെ പ്രാവശ്യം റെക്കോർഡ് ഭൂരിപക്ഷം 39,000-ഓളം വോട്ട് 38,518 വോട്ടിന്റെ ഭൂരിപക്ഷം ജയിച്ചു. അത് ജില്ലയിലെ ഏറ്റവും വലിയ റെക്കോർഡാണ്. ഇന്ന് വരെ ആരും ആ റെക്കോർഡ് ഭേദിച്ചിട്ടില്ല. ഈ 2006 തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഒരു പ്രതികരണം ഈ ഗ്രൗണ്ട് റെസ്പോൺസ് ആണല്ലോ. ഈ ജനങ്ങൾ നമ്മുടെ താഴെത്തട്ടിലെ ജനങ്ങളായിട്ട് ഈ പ്രചരണത്തിന് ഫേസ് ചെയ്യുമ്പോൾ അവിടെ എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? അത് ആളുകള് പിന്നെന്താ പറയാ ഇങ്ങനെ ഒരു കൊച്ചു പയ്യൻ വന്ന് മത്സരിക്കുന്നു. അന്ന് ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ഒരു 39, 36, 37 വയസ്സുണ്ട്. പക്ഷെ അത്രയും പ്രായം തോന്നിക്കത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കൊച്ചു പയ്യൻ വരുന്നു. പോസ്റ്ററൊക്കെ കണ്ടാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റർ നമുക്ക് ഈ നേരിട്ട് കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയായിട്ടൊക്കെ തോന്നും പോസ്റ്ററൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്കിടയിൽ ഒരു കൗതുകം ഉണ്ടായിരുന്നു കാണാനൊക്കെ നോക്കാനും ഒക്കെ ഉള്ളത്. എന്നാലും പക്ഷേ ആദ്യത്തെ പ്രതികരണങ്ങളൊന്നും നമുക്കെങ്ങനെ ജയസാധ്യത എന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. കാര്യം എവിടുന്നോ ഒരാൾ നിൽക്കുന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു പൊതുവിൽ. പാർട്ടിക്കകത്ത് കുറച്ച് പേര് അറിയുന്നല്ലാതെ പബ്ലിക്കൊന്നും അങ്ങനെ വലുതായിട്ട് നമ്മളെ അറിയാവുന്ന ഒരു ഫിഗറൊന്നും ആയിരുന്നില്ല.
അത് ആ ഒരു പ്രതികരണം ആശാവഹമായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അത് മാറിയത് ഏത് ഘട്ടം വന്നപ്പോഴാണ്? അതായത് സെക്കൻഡ് ഘട്ടമായപ്പോഴത്തേക്ക് നമ്മളങ്ങ് വല്ലാതെ താഴോട്ട്, അതായത് ബസ്സിനകത്ത്, പീലിംഗ് ഷെഡുകളിൽ, അതുപോലെ തന്നെ ജനം എവിടെ ഉണ്ടോ വീട്ടിലേക്കുള്ള ചെമ്മീനുകളിൽ നിന്നാണ് അവിടെ ചെല്ലുക, അതുപോലെ മാർക്കറ്റുകളിലെല്ലാം കയറുക, ബസ്സിനകത്ത് കയറി ആരും ഉപയോഗിക്കുക, ബസ്സിനകത്ത്. അതുപോലെ നമ്മളിൽ ഈ എന്താ പറയുക, അത്രത്തോളം നമ്മളങ്ങ് ഇത് ചെയ്തിട്ടങ്ങ് നിലവിളിക്കുന്നൊരു ഫേസായി എൻ്റെത്. കാര്യം എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ വന്നിട്ട്, കാര്യം ജയിക്കില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ കൊണ്ട് നിർത്തുന്ന ഒരു നേർച്ചക്കോഴി നിർത്തുന്ന പോലെയാണ് നമ്മളെ കൊണ്ടുവന്ന് നിർത്തുന്നത്. എല്ലാ കാര്യം ആ ഗൗരിയമ്മോട് ആര് ജയിക്കാനാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ്. അപ്പം അവിടെ ഒന്ന് ജയിക്കണം എന്ന് കണക്കാക്കി എന്താ പറയുക, ഭൂമിയോളം താഴുക, അല്ലെങ്കിൽ വേണ്ട പാതാളത്തോളം താഴുക എന്ന നിലയിലേക്ക് ഞാൻ മാറി, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ. അത് വന്നു കഴിഞ്ഞപ്പോൾ പാർട്ടിക്കാർക്കും ഒരു രണ്ടാം ഘട്ടം കഴിഞ്ഞതോടുകൂടി ഒരു ആത്മവിശ്വാസം പാർട്ടി സഖാക്കൾക്കും LDF സഖാക്കൾക്കും എല്ലാം ഉണ്ടായി. ആദ്യം അവർക്കിടയിൽ ഒരു നിസ്സംഗ ഭാവമായിരുന്നു. സാധാരണ വരുന്നു, മത്സരിക്കുന്നു, തോക്കുന്നു, ഇത് വേണ്ടി വന്ന ഒരാൾ വരുന്നു, പുതിയ ഒരാൾ വന്നു എന്നുള്ള അപ്പുറത്ത് വലിയ കാര്യമൊന്നും അവർ കണ്ടിരുന്നില്ല. പക്ഷേ ഒരു രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക്, തേർഡ് ഘട്ടമായപ്പോഴേക്കും പാർട്ടി സഖാക്കളിൽ നല്ല ആത്മവിശ്വാസമായി, ജയിച്ചേക്കുമെന്നൊരു ഒരു പ്രതീക്ഷ വന്നു. അങ്ങനെ ലെവലും ഇലക്ഷൻ്റെ റിസൾട്ട് കൗണ്ടിങ്, നമ്മൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ള ഒരു കണക്കൊന്നും അല്ല കൊടുത്ത്. ചിലപ്പോൾ അങ്ങനെ ഇത്ര ചൂടിന് ജയിച്ചേക്കാം എന്ന് കണക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ജയിക്കാൻ സാധ്യത കുറവാണെന്നുള്ള നിഗമനത്തിലാണ് എത്തിയത്. പാർട്ടി നടത്തിയ ആ ഒരു അന്വേഷണത്തിൽ ഗ്രൗണ്ട് ലെവലിൽ നടത്തിയൊരു അന്വേഷണത്തിൽ ജയിക്കില്ല കണക്ക് വന്നപ്പോഴത്തേക്ക് ചെറിയ 2000 വോട്ടിനെങ്ങാനും ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കണക്ക് വന്നായിരുന്നു. എന്നാലും സാധ്യത കുറവാണ് എന്നുള്ള നിലയിലാണ് ഫൈനൽ കണക്കൂട്ടിൽ വന്നത്. ഈ അച്യുതാനന്ദൻ അന്ന് താങ്കൾക്ക് വേണ്ടി മണ്ഡലത്തിൽ ഇറങ്ങിയായിരുന്നു. അത് ആ അനുഭവം എങ്ങനെയായിരുന്നു? ഞാൻ വി എസിനോട് അന്ന് ഞാൻ പാർട്ടിക്കകത്ത് വിഭാഗീയതയൊക്കെ നിൽക്കുന്ന കാലയളായതുകൊണ്ട് VSന്റെ പല ശൈലികളോടും എനിക്ക് പ്രത്യേകമായൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു, പല കാരണങ്ങളാണ്. അന്ന് VS എടുക്കുന്ന നിലപാടുകളോടൊപ്പം നിന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ VS പ്രത്യേകം താല്പര്യം എടുത്തുന്ന 2 ക്യാമ്പയിനുകളെല്ലാം പ്രസംഗിക്കാനൊക്കെ വന്നായിരുന്നു. അപ്പോൾ VSന്റെ ആ വരവ് നന്നായി. VS എന്നൊരു മാസ് ലീഡറായി കഴിഞ്ഞിരിക്കുന്നല്ലോ. കാര്യം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു പബ്ലിക് ഇഷ്യൂസ് ഒക്കെ എടുത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആ VSന്റെ വരവ് നന്നായിട്ട് തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ VS തീർച്ചയായിട്ടും ഗൗരിയമ്മ എതിർ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോ അവർക്കെതിരെയുള്ള പ്രചരണം എത്രത്തോളമായിരിക്കും? അദ്ദേഹം വ്യക്തിപരമായ ഒന്നും ഗൗരിയമ്മയെ കുറിച്ച് VS പറഞ്ഞില്ല, കുറ്റമൊന്നും പറഞ്ഞില്ല. VS ഗൗരിയമ്മയെ കുറ്റപ്പെടുത്താനൊന്നും പോയില്ല. പക്ഷെ നമ്മളെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ സാധാരണ VS പ്രസംഗത്തിൽ പറയാത്ത നിലയിൽ എന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ നന്നായിട്ട് പറഞ്ഞായിരുന്നു. അത് തീർച്ചയായിട്ടും വോട്ടായി മാറുകയും ചെയ്ത ഘടകങ്ങളിലൊന്നാണല്ലോ. അന്ന് പ്രചരണത്തിന് ഇതേപോലെ ആരൊക്കെ വേറെ നേതാക്കന്മാർ വന്നിട്ടുണ്ടായിരുന്നു? എല്ലാ സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാർ, സാധാരണ എല്ലാ നേതാക്കന്മാരും വന്നു, എല്ലാവരും എല്ലാ നേതാക്കന്മാരും. പിന്നെ താങ്കൾ രണ്ടാമത് നിൽക്കുമ്പോൾ ഷുക്കൂറിനെ എതിരെയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം അത്യാവശ്യം ഇവിടെ DCC പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഒരു ജനകീയനായ ഒരു നേതാവ് എന്നുള്ള നിലയിലൊക്കെ ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെതിരെ പക്ഷെ താങ്കൾക്ക് ഗൗരിയമ്മയിലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ അതിന്റെ ഒരു വിജയഘടകം എന്തായിരുന്നു? അതായത് ആദ്യ വിജയത്തിലൂടെ MLA ആയപ്പോൾ VS ഗവൺമെന്റിന്റെ കാലയളവിൽ MLA എന്ന നിലയിൽ അന്ന് ഈ കിഫ്ബി അതുപോലുള്ള വലിയ സാമ്പത്തിക സംവിധാനങ്ങളും സ്രോതസ്സുകളൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ ജെനുവിനായ കുറെ ഇഷ്യൂസ് പരിഹരിച്ചു. അതായത് ഏറ്റവും വലിയ തീവ്രമായ പ്രശ്നം കുടിവെള്ളമായിരുന്നു. ജപ്പാൻ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന് നയനാർ ഗവൺമെന്റ് കാലത്ത് ഇനീഷ്യേറ്റ് ചെയ്തതാണത്. പണ്ട് ബേബി ജോൺ മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് ഇനീഷ്യേറ്റ് ചെയ്തത്. AK ആന്റണി സാറിൻ്റെ കാലത്ത് അത് കുറച്ചത് മൂവ് ചെയ്ത സമയത്ത് പലരും അതിനെക്കുറിച്ച് അഴിമതി ആരോപണം ഉന്നയിച്ചു. TM ജേക്കബിനെ പോലുള്ള ആൾക്കാരൊക്കെ അഴിമതി ആരോപണം ഉന്നയിച്ചു. അഴിമതി എന്ന് കേട്ട ഈ AK ആന്റണി എടുത്ത് ആ ഫയലെടുത്ത് വെച്ചു, പിന്നെ തൊട്ടില്ല പോലും. അപ്പോൾ ഉന്നയിച്ചത് VS ആയതുകൊണ്ട് VS വന്നതിന് ശേഷം VSനും ആ ജപ്പാൻ കുടിവെള്ള പദ്ധതി തുടങ്ങാൻ വലിയ മടിയായിരുന്നു. അവസാനം വേറൊരു പദ്ധതി ഇവിടത്തേക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഇല്ലാത്തതുകൊണ്ട് VSനെ ഇത് കൺവിൻസ് ചെയ്യിക്കാൻ കുറേ പാടുപെട്ടു.
അങ്ങനെ VS കൺവിൻസ് ചെയ്യിപ്പിച്ച് എടുത്ത് പ്രേമേന്ദ്രനായിരുന്നു മന്ത്രി. അദ്ദേഹം മുൻകൈ എടുത്ത് അങ്ങനെ ആ പദ്ധതി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പൈപ്പെല്ലാം ഇട്ടു, അതിൻ്റെ സ്ഥലമെടുത്തു, അതിൻ്റെ കെട്ടിടങ്ങളൊക്കെ ആയി, അതിൻ്റെ പിന്നെ പമ്പ് ഹൗസുകളും വാട്ടർ ടാങ്കുകളും എല്ലാം അതൊക്കെ വളരെ ഇനീഷ്യേറ്റ് ചെയ്ത് അതിന് മുഴുവൻ കാര്യത്തിലും ഞാൻ ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ അവിടെ കുറേ പാലങ്ങൾ കണക്ടിവിറ്റി ഉണ്ടായിരുന്നു, അതെല്ലാം കുത്തിയോട് പാലം പൊളിച്ചു പോണതും, അതുപോലെ തന്നെ ചെമ്മനാട് പാലം വന്നു, അതുപോലെ തന്നെ അങ്ങനെ പിന്നെ US ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിരുന്ന അന്ധകാരനഴി ആ ബീച്ചും അതുമായി ബന്ധപ്പെട്ടതെല്ലാം ഭംഗിയായിട്ട് കോടിയേരിയും ശർമ്മസഹവും ഒക്കെ സഹായിച്ച്, രാജേന്ദ്ര മിനിസ്റ്ററും ഒക്കെ സഹായിച്ച് അതെല്ലാം വന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു വികസനത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ കൂടി എന്നെ കാണാതെ തുടങ്ങി. കൊച്ചു പയ്യൻ എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് മാറി നമ്മളൊരു ഒരു വളർച്ചയെത്തിയ നേതാവെന്ന നിലയിലേക്ക് കാണാൻ തുടങ്ങി. അങ്ങനെ വന്നതുകൂടിയാണ് പബ്ലിക് അക്സെപ്റ്റ് ചെയ്തത്. 16,800 ചില വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മത്സരിച്ച് ഞാൻ ജയിക്കുന്നത്. അത് നല്ല നിലയിൽ പബ്ലിക് എന്നെ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ മൂന്നാമത് മത്സരിച്ചപ്പോൾ BDJS എന്ന ഘടകം ഉണ്ടായി. അപ്പോൾ ആ ഘടകം വന്നപ്പോൾ LDFന്റെ ഈ ഈഴവ SNDP വോട്ടുകൾ നന്നായി വിഭജിച്ചു പോയി. അത് 27,000 വോട്ട് എന്ന് BDJS സ്ഥാനാർത്ഥി അരൂർ മണ്ഡലത്തിൽ കരസ്ഥമാക്കി. അതിലൊരു 70% UDF വോട്ടും പോയി, 30% LDF പോയി. അങ്ങനെയാണ് അവർക്ക് എത്ര വോട്ട് കിട്ടിയത്. 10,000 വോട്ടിൽ താഴെ ഉണ്ടായിരുന്നു BJPക്ക് അവിടെ ഉണ്ടായിരുന്നു. ഈ ബാക്കി 17,000 വോട്ട് വന്നത് SNDP വോട്ടാണ്. SNDP വോട്ടിൽ 17,000 വോട്ട് കൂടി വന്നതിലൊരു 13,000 വോട്ട് UDFന്റെയും പോയി, LDFന്റെ ഒരു 4,000 വോട്ടും പോയിട്ടുണ്ട്. അങ്ങനെയാണ്. പക്ഷേ എനിക്ക് അത് കാരണം കൊണ്ട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ നല്ല ഭൂരിപക്ഷം വന്നു. 39,000 വോട്ടിന്റെ ഭൂരിപക്ഷം, റെക്കോർഡ് ഭൂരിപക്ഷം മൂന്നാമത് ജയിച്ചു. അതിരിക്കുമ്പോഴാണ് പിന്നെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വന്നത്. 20-ൽ ഒരാളായി പാർലമെന്റിലേക്ക് ജയിച്ചത്. കനലൊരു തരിമതി എന്നുള്ള ഒരു പ്രയോഗം തന്നെ ആ സമയത്തുണ്ടായിരുന്നു. അന്ന് പാർലമെന്റ് ഇലക്ഷനിൽ നിൽക്കുമ്പോൾ ജയസാധ്യത ഈ പറയുന്ന പോലെ എത്രത്തോളമായിരുന്നു? അത് ആദ്യത്തെ ഒരു ഇലക്ഷൻ, പാർലമെന്റിലേക്ക് ആദ്യത്തെ ഒരു ഇലക്ഷൻ കൂടി ആയിരുന്നല്ലോ. അതെ, അത് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഗെയിം കില്ലർ ഒരു ഫിഗറിനെ, ഓൾ ഇന്ത്യ ഫിഗറിനെ എതിരായി മത്സരിക്കാൻ വേണ്ടിയാണ് എന്നെ തീരുമാനിച്ചത്. ഓക്കെ. അപ്പോൾ ഈ അരൂരിൽ 39,000 ഒക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് പാർട്ടി അങ്ങനെ ഒരു അസസ്മെന്റിലേക്ക് വന്നത്. പക്ഷേ വേവ് UDFന് അനുകൂലമായിരുന്നു, ഭയങ്കര തരംഗമായിരുന്നു UDFന് അനുകൂലം. അപ്പോ വേണുഗോപാലാവട്ടെ മത്സരരംഗത്തുനിന്ന് പിന്മാറി. അത് പറയുമ്പോഴാണ് ഒരു കാര്യം പറയാനുള്ളത്. അന്ന് താങ്കളെ പേടിച്ചിട്ടാണ് അദ്ദേഹം പിന്മാറി എന്നുള്ള തരത്തില് ഒരു പ്രചരണം. അത് പ്രചരണം പാർട്ടിക്കാര് നടത്തി. സ്വാഭാവികമായും നേരെ കിട്ടുന്ന എല്ലാ ഇതുകളും എടുത്ത് ഉപയോഗിക്കും എന്ന നിലയിൽ ഉപയോഗിച്ചു എന്നുള്ളതിനപ്പുറമായി അദ്ദേഹം പേടിച്ചു പോയതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും അദ്ദേഹത്തെ പലരും ഉപദേശിച്ചിട്ടുണ്ടാകും, അത്ര സേഫ് ആയിരിക്കത്തില്ല എന്നുള്ള ചിലപ്പോൾ ഉപദേശിച്ചിട്ടുണ്ടാകും. കാര്യം ഞാനും ഒരു പുതിയ മുഖമല്ലേ, അപ്പോൾ ഇത്രയും വലിയ ഭൂരിപക്ഷമൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ കയറും എന്നുള്ള അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവിടെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് എനിക്ക് ഭാരിച്ച ചുമതല ഡൽഹിയിലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാമത് പുള്ളി മത്സരിക്കുമ്പോൾ, ഇപ്പം ഇത്തവണ പുള്ളിയാണല്ലോ ജയിച്ചത്, അദ്ദേഹം ജയിക്കുമ്പോൾ അതിനേക്കാൾ ഭാരിച്ച ചുമതലയായിരുന്നു പുള്ളി. ഓർഗനൈസേഷൻ സെക്രട്ടറി ആയി, ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായി, അദ്ദേഹം രാജ്യസഭ മെമ്പറായിരുന്നു. ആ ഭാരിച്ച ചുമതലകൾ എന്ന് പറഞ്ഞ് അന്ന് പോയത് ശരിയായിരുന്നു എന്ന് ചോദിച്ചാൽ പിൽക്കാലത്ത് അതിനേക്കാൾ ഭാരിച്ച ഉത്തരവാദിത്വം ഉണ്ടായിട്ട് പുള്ളി മത്സരിക്കാൻ വന്നു. അപ്പം അന്നത്തെ ഒരു ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കാൽക്കുലേഷനിൽ ജയിച്ചില്ലെങ്കിലോ എന്ന് ചിലപ്പം അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം വീണ്ടും മത്സരിക്കും. ഇപ്പൊ അനുകൂലമായി ഞാൻ 5 വർഷമായി, പിന്നെ സ്വാഭാവികമായും UDFന് അനുകൂലമായ ഒരു വേവ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം മോഡി മാറണം, കേരളമായിരിക്കും ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള പല പല അനുകൂല ഘടകങ്ങൾ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ മാതിരി ഭൂരിപക്ഷം കിട്ടി എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ഷാനിമോൾ ഞാനുമായിട്ട് മത്സരിക്കുമ്പോൾ കിട്ടിയതിനേക്കാൾ 30,000 വോട്ട് കുറവാണ് അദ്ദേഹത്തിന്. 30,000 വോട്ട് കുറവാണ്. LDFന് കിട്ടിയ വോട്ടിൽ നിന്നാണ് 1,00,000 വോട്ടിന്റെ കുറവ് വന്നത്. അത് LDFിലെ വോട്ട് ചെയ്തിരുന്ന പരമ്പരാഗതമായ ചില സമുദായ വിഭാഗങ്ങൾ പൂർണ്ണമായും ശോഭയ്ക്ക് വോട്ട് ചെയ്തു. ശോഭാ സുരേന്ദ്രന് 3,00,000-അടുത്ത് വോട്ട് കിട്ടി, 3,00,000 വോട്ട്. ആ ചേഞ്ച് LDFന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ
LDF വോട്ട് ചെയ്ത ഒരു ജനവിഭാഗങ്ങൾ പല പല കാരണങ്ങളാണ് LDF മറച്ചൂട്ടി. ഇവിടെ മാത്രമല്ല കേരളത്തിലുടനീളം സംഭവിച്ചു. അതിപ്പോൾ കണ്ണൂർ എല്ലാം ഉണ്ടായല്ലോ. ശൈലജ ടീച്ചറും അതുപോലെ ജയരാജനും അതുപോലെ തന്നെ പിന്നെ വിജയരാഘവൻ സഖാവും പിന്നെ ഐശ്വര്യവും എല്ലാം അവരെല്ലാമായിട്ട് താരതമ്യം. അപ്പോഴും ഞാനാണ് ചെറിയ ഡിഫറൻസിൽ തോറ്റത്. ബാക്കി അവരെല്ലാം വലിയ ഡിഫറൻസിലാണ് തോറ്റുന്നത്.